ഒരൊറ്റ ഫോൺ കോളിലൂടെ ട്രംപും നെതന്യാഹുവും വീണ്ടും കൊമ്പ് കോർക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള അന്താരാഷ്ട്ര വാർത്തകളാണ് വരുന്നത്. പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നയതന്ത്ര സഖ്യത്തിൽ കടുത്ത വിള്ളൽ വീഴുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ കാലങ്ങളായിട്ട് അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളിയായിരുന്ന ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ലെബനനിലെയും ഗൾഫ് മേഖലയിലെയും പുതിയ സൈനിക സംഭവ വികാസങ്ങളാണ് ഇരു രാജ്യങ്ങളെയും രണ്ട് തട്ടിലാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ US നയങ്ങളുടെ അച്ചുതണ്ടായിരുന്ന ഇസ്രയേലുമായിട്ടുള്ള വാഷിംഗ്ടണിന്റെ ബന്ധം മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു വലിയ പരീക്ഷണ ഘട്ടത്തെയാണ് ഇപ്പോൾ നേരിടുന്നത്. തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിനപ്പുറം ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യങ്ങളിലെ വൈരുദ്ധ്യമാണ് ഈ ഒരു വിള്ളലിന് ആധാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തോടെയാണ് ഇരുവർക്കുമിടയിലെ അസ്വാരസ്യങ്ങൾ പരസ്യമായത്. ലബനാനിൽ ഇസ്രായേൽ നടത്തുന്ന തീവ്ര സൈനിക ആക്രമണങ്ങൾക്കെതിരെ ട്രംപ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് ഇസ്രായേലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങൾ തിരിച്ചടിയാകുന്നു എന്നുള്ള രീതിയിലാണ് US-ന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഈ ഒരു തർക്കത്തെ തുടർന്ന് ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെറൂട്ടിലേക്ക് ഇസ്രായേൽ നടത്താനിരുന്ന ഒരു വൻ സൈനിക മുന്നേറ്റം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ US കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്ക നൽകുന്ന സൈനിക രാഷ്ട്രീയ പിന്തുണകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യവും ശത്രുക്കളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിന്റെ വാശിയും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പുനർചിന്തനകൾക്കാണ് വഴി തുറക്കുന്നത്. ട്രംപിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ലെബന്റെ തലസ്ഥാനമായിട്ടുള്ള ബറൂട്ട് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രായേലിനെ തൽക്കാലം പിന്മാറേണ്ടി വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഈ ഒരു പുതിയ തർക്കത്തിൽ ഇറാൻ അതിന് വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ആഗോള വേദിയിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നും ഇത് ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നെതന്യാഹുവിന്റെ നടപടികൾ തന്റെ നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കുന്നു എന്ന് തിരിച്ചറിവാണ് പ്രസിഡന്റിനെ പ്രകോപിതനാക്കിയത്. ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകളിലും മറ്റ് ഇസ്രായേലിന്റെ നിലപാടുകൾ തടസ്സമായിട്ട് നിൽക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത്. ഇറാനുമായിട്ട് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ ആക്രമണ സമീപനം വലിയ വെല്ലുവിളിയായിട്ട് മാറുകയാണ്. ഫോൺ സംഭാഷണത്തിനിടെ ട്രംപ് നെതന്യാഹുവിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും ട്രംപ് മടിച്ചില്ല. തന്റെ സഹായം കാരണമാണ് നെതന്യാഹു ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ട്രംപ് തുറന്നടിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായി എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ അതിര് കടന്ന പ്രതികാര നടപടികൾ തനിക്ക് അസ്വീകാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ആക്രമണ രീതികളെ അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല. ബെറൂട്ടിലെ കെട്ടിടങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരെ ട്രംപ് പരസ്യമായിട്ടാണ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയത് ഇരു രാജ്യങ്ങളും ഒരുമിച്ചായിരുന്നു. ഇസ്രായേലിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു അമേരിക്ക ആ ഒരു അനുമതി കൊടുക്കുന്നത്. എന്നിട്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞ് ഫെബ്രുവരി 28-ന് ഇറാന്റെ ഭാഗത്തേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നു. അവിടുത്തെ സ്കൂളുകളിലെ കുട്ടികളെ കൊല്ലുന്നു. എന്നിട്ട് അവസാനം യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ അമേരിക്ക അതിൽ നിന്ന് പിന്മാറുന്ന പല രീതികളും കാണുന്നു. അവസാനം പിന്നീട് ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് ആഗ്രഹമില്ല എങ്കിൽ പോലും നെതന്യാഹുവിന് അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. കാരണം അഴിക്കുള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധലംഘനങ്ങളൊക്കെ നടത്തി യുദ്ധം ചെയ്യുന്ന രീതിയായിരുന്നു ഇസ്രായേലിനുണ്ടായിരുന്നത്, നെതന്യാഹുവിനുണ്ടായിരുന്നത്. അപ്പോൾ നെതന്യാഹുവിന് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടിയാണ്. എന്തായാലും ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ബറൂട്ടിലെ ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് നിർത്താൻ ഇസ്രായേൽ തയ്യാറായെങ്കിലും നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ തുടർന്നും ധിക്കാര
വികാരപരമായിരുന്നു. ഇത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വിശ്വസ്തയുടെ ആഴത്തിലുള്ള കുറവിനെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പലതവണ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ചില പടലപ്പിണക്കങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, അതായത് യാതൊരു തരത്തിലും അമേരിക്ക പറയുന്ന കാര്യങ്ങൾ കൂട്ടാക്കാതെയാണ് ഇസ്രയേലിന്റെ നിലപാട് എന്ന് പറയുന്നത്. ഇത് ഇസ്രയേലിനെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബെറൂട്ടിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടും ഇത് തന്നെയാണ്. അത് ഇസ്രയേലിനെ വല്ലാതെ ക്ഷീണിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇസ്രയേലിന്റെ സുരക്ഷ എന്നതിലുപരി സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് നെതന്യാഹു ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത്. അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് സ്വന്തം വഴിക്ക് സഞ്ചരിക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇനിയും കുറയുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകളായിട്ട് തകർക്കാനാകാത്ത ബന്ധമെന്ന് കരുതപ്പെട്ടിരുന്ന അമേരിക്കൻ ഇസ്രയേൽ സൗഹൃദത്തിന് വിള്ളൽ വീണിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടുള്ള സൈനിക നീക്കമാണ് ഇസ്രയേൽ നടത്തിയത്. അതായത് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയും സിറിയൻ അതിർത്തികളെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്ന വൻ വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായിട്ട് നിർത്താൻ വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു നയതന്ത്ര നിർദ്ദേശങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു സൈനിക മുന്നേറ്റമായിട്ട് മുന്നോട്ട് പോയത്. ഇത് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. ഇനി US ഇറാൻ ചർച്ചകൾക്ക് തിരിച്ചടിയായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൾഫ് മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ആഗോള വിപണിയെ ബാധിക്കുന്ന ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധി പരിഹരിക്കുന്നതിനുമായിട്ട് അമേരിക്കയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പസും തമ്മിൽ ഖത്തറിൽ രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രയേൽ ലെബനനിൽ ആക്രമണം കടുപ്പിച്ചതോടെ ഇറാൻ ഈ ഒരു ചർച്ചകളിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഭീഷണിപ്പെടുത്തി രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ഇത് ട്രംപിനെ പ്രകോപിപ്പിച്ച ഒരു പ്രധാന ഘടകമായിട്ട് ഇതിനെ പറയാം. മാത്രമല്ല ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ വൈറ്റ് ഹൗസിനെയോ മുൻകൂട്ടി അറിയിക്കാതെ ഖത്തറിലെ ഹമാസ് പ്രതിനിധികൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ സൈനിക നീക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെറൂട്ടിന് നേരെ ഇസ്രയേൽ നടത്താനിരുന്ന കടുത്ത കരയുദ്ധ നീക്കങ്ങൾ ട്രംപിനെ കർശനമായിട്ടുള്ള ഫോൺ സന്ദേശത്തിന് പിന്നാലെയാണ് താൽക്കാലികമായിട്ട് മാറ്റിവെക്കേണ്ടി വന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയ പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയാണ് US പ്രസിഡന്റ് ഉയർത്തിയത്. അങ്ങനെ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഭിന്നത വരുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അതായത് സ്വന്തം രാജ്യത്തെ ഭൂരിപക്ഷ ജനവികാരവും ആഭ്യന്തര രാഷ്ട്രീയ സുരക്ഷിതത്വവും മുൻനിർത്തി ശത്രുക്കളെ പൂർണ്ണമായിട്ട് തകർത്തേ പിന്മാറൂ എന്ന വാശിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ബെറൂട്ട് ആക്രമണം തൽക്കാലം നിർത്തിയെങ്കിലും തെക്കൻ ലെബനനിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ ലെബനനിലേക്ക് ആക്രമണം തുടരെ നടത്തുകയാണ് ഇസ്രയേൽ. അപ്പോൾ ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ തന്റെ നീക്കങ്ങൾ നടത്തുന്നത്, ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ പ്രത്യാഘാതങ്ങൾ ഇത് വളരെ വലുതായിട്ട് കണക്കാക്കുന്നു. എന്തായാലും സഖ്യകക്ഷികളുടെ ആശങ്ക ചെറുതല്ല. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിക്ക് നേരെ വാഷിംഗ്ടൺ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങളിൽ വലിയ മാറ്റം വരുന്നതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ രാഷ്ട്രീയ വിജയമാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അമേരിക്ക തയ്യാറാകുന്നത് ഇറാനും അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കും താൽക്കാലിക നയതന്ത്ര വിജയമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇറാൻ ഇത് പരമാവധി ഉപയോഗിച്ചേക്കാം എന്നുള്ള സൂചനകളുമുണ്ട്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ ഒരു അപ്രതീക്ഷിത തർക്കം പശ്ചിമേഷ്യൻ നയതന്ത്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് അടയാളപ്പെടുത്തുന്നത്. കാലാകാലങ്ങളായിട്ട് മാറ്റമില്ലാതെ തുടർന്ന US ഇസ്രയേൽ സഖ്യത്തിന്റെ അടിത്തറ ഇളകുകയാണോ എന്ന ചോദ്യമാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉയർത്തുന്നത്. വാഷിംഗ്ടണിന്റെ പൂർണ്ണ പിന്തുണയില്ലാതെ ഇസ്രയേലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ അമേരിക്കയുടെ ആഭ്യന്തര സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ്. പശ്ചിമേഷ്യയിലെ അനന്ത
അനന്തമായിട്ടുള്ള യുദ്ധങ്ങളിൽ അമേരിക്കൻ പണം നഷ്ടപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും അന്താരാഷ്ട്ര വിപണിയെ സാധാരണ നിലയിലാക്കാനും ഇറാനുമായി ഒരു സമഗ്ര കരാറിലെത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നു. ഈ ആഗോള ലക്ഷ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ സൈനിക വാശി തടസ്സമാകുന്നു എന്നതാണ് ട്രംപിന്റെ പ്രകോപനത്തിന് ആധാരം എന്ന് പറയുന്നത്. മറുഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണ ഘട്ടമാണ്. രാജ്യത്തിന്റെ പരമാധികാരവും ശത്രുക്കളുടെ പൂർണ്ണമായിട്ടുള്ള നാശവും ഉറപ്പാക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അത് സ്വന്തം രാജ്യത്ത് വലിയ ജനരോഷത്തിന് കാരണമാകുമെന്ന് നെതന്യാഹു ഭയപ്പെടുന്നു. അമേരിക്കയുടെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ നെതന്യാഹുവിന്റെ ആഭ്യന്തര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചേക്കും എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും അമേരിക്കയും ഇസ്രയേലും കൊമ്പ് കോർക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് ഇനി എത്രത്തോളമായിരിക്കും അടുത്ത ഘട്ടങ്ങളിൽ നീങ്ങുക എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നം ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉടലെടുത്തിരിക്കുകയാണ്.